بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയ മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സുഖവും സന്തോഷവും ആഫിയത്തും നൽകട്ടെ. അവൻ്റെ സജ്ജനങ്ങളായ മുഅ്മിനീങ്ങളിൽ നമ്മളെല്ലാവരെയും പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ 237 അൽ-ബഖറ സൂറത്തിലെ 26-ാമത്തെ ആയത്ത് മുതൽക്കാണ് ഇന്നെടുക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഅൂദതൻ ഫമാ ഫൗഖഹാ فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين. 26-ാമത്തെ ആയത്താണ് ഞാൻ ഓതി വെച്ചത്. ഇതിൻ്റെ ഒറ്റവാക്ക് അർത്ഥം ആദ്യം പറയാം, പിന്നെ ആ വിഷയത്തിലേക്ക് കടക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല, ലാ യസ്തഹീ, അവൻ ലജ്ജിക്കുകയില്ല, അൻ യദ്രിബ, അവൻ വിവരിക്കുവാൻ, മസലൻ മാ ബഅൂദത്തൻ, എന്തെങ്കിലും ഒരു ചെറിയ ഉദാഹരണം, ഉപമ, കൊതുകിൻ്റേതായൊരു ഉപമ. ബഅൂദത്ത് എന്ന് പറഞ്ഞാൽ കൊതുക് എന്നാണ്. മസലൻ മാ, എന്തെങ്കിലും ഒരു ചെറിയൊരു ഉപമ. ഫമാ ഫൗഖഹ, അതല്ലെങ്കിൽ അതിൻ്റെ മീതെയുള്ള, ഈ ഹഖാറത്തിൽ അതിനേക്കാൾ മീതെയുള്ള, അത് പറഞ്ഞാൽ നിന്ദ്യമായൊരു സാധനമായിട്ടാണ് കൊതുകിനെ കണക്കാക്കുന്നത് എങ്കിൽ അതിനേക്കാൾ നിന്ദ്യമായ സാധനങ്ങൾ, അതാണ് ഫൗഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫമാ ഫൗഖഹ, അതിൻ്റെ അപ്പുറത്തേക്കുള്ളത്. അങ്ങനെയുള്ള ഒരു ഉപമ ഖുർആനിൽ പറയുവാൻ അല്ലാഹു ലജ്ജിക്കില്ല. ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഅൂദത്തൻ. അപ്പോൾ ഒരു കൊതുകിൻ്റെ ഉപമ അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞിട്ട് അതിലൂടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദാഹരണം പറഞ്ഞിട്ട് അതിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത്, ഉപമ പറഞ്ഞുകൊണ്ട് അതിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുക, ശ്രോതാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ഖുർആൻ്റെ ഒരു ശൈലിയാണ്. അത് എത്ര ചെറിയ സാധനമാണെങ്കിലും, അല്ലെങ്കിൽ ചെറുത് എന്നതിൽ ഏറ്റവും മുന്തി നിൽക്കുന്നതാണെങ്കിലും അള്ളാഹു അതിനെപ്പറ്റി ലജ്ജിക്കില്ല. അപ്പോൾ അമ്മല്ലദീന ആമനു, അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഈ ഉദാഹരണങ്ങളൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് ഒരു തമാശ പോലെയാവും. അതല്ലെങ്കിൽ ഇത്ര നിസ്സാരമായ സാധനങ്ങൾ കൊണ്ട് ഉപമ പറയുന്നതിൽ എന്താണ് പ്രത്യേക ഒരു ഉദ്ദേശമുള്ളത് എന്നൊക്കെയുള്ള സംസാരം വരാം. അതിൽ മുഅ്മിനീങ്ങൾക്ക് ആ നിലക്കുള്ള സംസാരമല്ല. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ത് പറയുന്നു, ഖുർആനിൽ എന്ത് പറയുന്നു, അതെല്ലാം ഹക്കും അംഗീകരിക്കപ്പെടേണ്ടതുമാണ്. അതിൽ വേറൊരു അഭിപ്രായം മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷേ കാഫിരീങ്ങൾ അങ്ങനെയല്ല. അവർ നിന്ദിച്ചിട്ടും പരിഹസിച്ചിട്ടും പലതും പറയും. എത്ര നിസ്സാര സാധനങ്ങളെ കൊണ്ട് അള്ളാഹു ഉപമയാക്കാൻ എന്താണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശം എന്നുള്ള നിലക്ക് സംസാരിക്കും. അപ്പോൾ എന്തായി, മുഅ്മിനീങ്ങളും കാഫിരീങ്ങളും ഈ വിഷയത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസമായി. അങ്ങനെ അഭിപ്രായ വ്യത്യാസമാവുമ്പോൾ കുറേ ആളുകൾ, ഈ കാഫിരീങ്ങൾ, അവർക്ക് ലലാലിയത്താണ്, അവർക്ക് ദുർമാർഗമാണ് കൂടുതൽ അതിൽ അനുഭവപ്പെടുക, അതാണ് അവർക്ക് കിട്ടുക. മുഅ്മിനീങ്ങളുടെ ഈമാൻ ശക്തിയാവുകയാണ്. അള്ളാഹു എന്ത് പറഞ്ഞാലും അതെല്ലാം വിശ്വസിക്കുക. അപ്പോൾ ഈമാൻ, അവരുടെ ഈമാൻ കൂടുതലാവുക.
അപ്പൊ യഹ്ദി ബിഹി കസീറൻ യദുല്ലു ബിഹി കസീറൻ അതിങ്ങനെ മറ്റുള്ള ആയത്തുകളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ കിടക്കാം. അപ്പൊ അമ്മല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, മോമിനീങ്ങളായ ആളുകള്, അമ്മല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവര് എന്നർത്ഥം. അപ്പൊ യഅലമൂന, അവർ അറിയും, മനസ്സിലാക്കും. ഇന്നഹു, തീർച്ചയായും ഇത്, ഇങ്ങനെ ഉപമ പറയുന്നത് അൽ ഹഖു, അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്, മിർ റബ്ബിഹിം, അവരുടെ നാഥന്റെ പക്കൽ നിന്നുള്ള യാഥാർത്ഥ്യമായ കാര്യമാണ് അത് എന്ന് അവർ മനസ്സിലാക്കും. അമ്മല്ലദീന കഫറു, കാഫിരീങ്ങളോ, അവിശ്വാസികളായ ആളുകൾ, യഖൂലൂന, അവർ പറയും, പരിഹാസപൂർവ്വം പറയും, മാദാ അറാദ അല്ലാഹ്, അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത്, ബിഹാദ, ഇതുകൊണ്ട്, മസലൻ, ഉദാഹരണമായിട്ട് ഇതിനെ അവതരിപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് പരിഹാസപൂർവം അവര് പറയും. അപ്പൊ ഇങ്ങനെ ഈ ചോദ്യത്തിന് അള്ളാഹു മറുപടി പറയുന്നത് യുദില്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ, ഈ ഉദാഹരണം കൊണ്ട് തന്നെ കണ്ടമാനം ആളുകൾ പഴിച്ചു പോകും. വയഹ്ദി ബിഹി കസീറ, അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ അള്ളാഹുവിൻ്റെ സന്മാർഗത്തിലേക്ക് ആയി വരികയും ചെയ്യും. മുഅ്മിനീങ്ങൾ അതുകൊണ്ട് അള്ളാഹു എന്ത് പറഞ്ഞു അതിലെല്ലാം വിശ്വസിക്കും. അവർക്ക് മറ്റൊരു വാക്കില്ല അവിടെ. അത് ഈമാൻ്റെ ഭാഗം. ഈമാൻ കാഫിരീങ്ങൾക്കാണ് അവിടെ ദലാലിയത്തിൻ്റെ വാക്കുകളും മറ്റുണ്ടാവുക. അതായത് അവർ പിഴച്ചവരാണല്ലോ. ആ പിഴച്ചവർ അതിനനുസരിച്ചുള്ള സംസാരമായിരിക്കും അവരിൽ നിന്ന് വരിക. അതുകൊണ്ട് അവർ പിഴച്ചുപോയി. ധാരാളം ആളുകൾ ഇതിനെ ചൊല്ലി പിഴയ്ക്കുകയും ഹിദായത്താവുകയും ചെയ്യുമെന്ന് അള്ളാഹ് പറഞ്ഞു. യുദില്ലു ബിഹി, എന്നാൽ പിഴച്ചു പോകുന്നത്, യുദില്ലു ബിഹി, ഇതുകൊണ്ട് പിഴച്ചു പോവുകയില്ല, അല്ലെങ്കിൽ പിഴപ്പിക്കുകയില്ല, ഇല്ലൽ ഫാസിഖീൻ, ഫാസിഖീങ്ങളല്ലാതെ. അള്ളാഹു ആ ഫാസിഖീങ്ങൾക്ക് അതിനുള്ള കാരണമുള്ളത് കൊണ്ടാണ് അവർ പിഴച്ചു പോണത്. ഫാസിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്ത ആളുകൾ, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് തെറ്റ് ചെയ്ത ആളുകൾ. ഇനി ഇതിൻ്റെ തഫ്സീർ വായിക്കുക. ഈ ആയത്തിൻ്റെ ഇതൊരു അല്പം വലിയൊരു ആയത്താണ്. ഇന്നല്ലാഹ ലാ യസ്തൻകിഫു വലാ യംതനിഉ അൻ യദ്രിബ അയ്യ മസലിൻ സഗീറൻ കാന ഔ കബീറൻ, ചെറുതോ വലുതോ ആയ ഏത് ഉദാഹരണങ്ങളും അള്ളാഹു വിവരിക്കുന്നതിൽ അത് അള്ളാഹുവിന് ആശങ്കയില്ല, അല്ലെങ്കിൽ ലജ്ജയില്ല. സമാവും കാന ഹാദൽ മസലു ബിൽ ബഅൂലത്തി ഔ ബിമാ ഹുവ ദൂനഹാ ഫിൽ ഹഖാറത്തി വസ്സിഗർ. ഈ ഉപമ ഒരു കൊതുകിൻ്റെ ഉപമയായിട്ട് ആവട്ടെ, അല്ലെങ്കിൽ നിന്ദ്യതയിലും ചെറുതാണ് എന്നുള്ള കാര്യത്തിലും അതിനേക്കാൾ താഴെയുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും, പൊതുവോ അതിനേക്കാൾ താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു സാധനമോ ആയാലും ശരി, അള്ളാഹു അങ്ങനെയുള്ള വസ്തുക്കളെ ഉപമയാക്കി പറയുന്നതിൽ യാതൊരു നിലക്കും ലജ്ജിക്കുകയില്ല. കാരണം അള്ളാഹു അതിനെ പടച്ചു, കൊതുകിനെ പടച്ച അള്ളയാണ്. പിന്നെ അങ്ങനെയുള്ള കൊതുകിനെ ഉദാഹരണമാക്കാൻ അള്ളാഹ് എന്തിനു ലജ്ജിക്കണം? കമാലായസംഖിഫുവാൻ ഖൽഖിഹ, സൃഷ്ടിക്കുവാൻ അള്ളാഹുക്ക് ലജ്ജയില്ലെങ്കിൽ കദാലിക്കലായസംഖിഫുവാൻ ദർബിൽ മസലി ബിഹ, അതുകൊണ്ട് ഒരു ഉദാഹരണം വിവരിക്കാൻ അള്ളാഹുവിന് ലജ്ജയില്ല. അമ്മൽ മുഅ്മിനൂന ഫയഅലമൂന, മുഅ്മിനീങ്ങൾ അവർ അറിയും, ഇന്നല്ലാഹ ഹഖ്ഖുൻ, അള്ളാഹു സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ലാ യഖൂലു ഗൈറൽ ഹഖ്, സത്യമല്ലാതെ അവൻ ഒന്നും പറയുകയില്ല. വഅന്ന ഹാദൽ മസല മിൻ ഇൻദില്ലാ, ഈ ഉദാഹരണം പോലും, ഈ ഉപമ പോലും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ് എന്നുള്ളത് മുഅ്മിനീങ്ങൾ പറയും. കാഫിരീങ്ങളോ, അവിശ്വാസികളെ യതഅജ്ജബൂന വയഖൂലൂന, അവർ ആശ്ചര്യപൂർവ്വം അവർ സംസാരിക്കുക പരിഹസിച്ചുകൊണ്ട്. മാദാ അറാദല്ലാഹ്, അള്ളാഹ് എന്താണ് ഉദ്ദേശിച്ചത്, മിൻ ദർബിൽ അംസാലി ബിമിസ്ലി ഹാദിഹിൽ അശ്യാഇൽ ഹഖീറ,
ഈ വളരെ നിന്ദ്യമായ വസ്തുക്കളെ കൊണ്ട് ഉപമ പറയുന്നതിൽ അള്ളാഹു ഉദ്ദേശിച്ചത് എന്താണ് എന്ന്. അപ്പോൾ കാലത്താര അള്ള പറയാണ് ബിർറദ്യാരെയും അവർക്ക് മറുപടിയായിട്ട് യുദില്ലു ബിഹി കസീറമ്മ യഹ്ദി ബിഹി കസീറ, ധാരാളം ആളുകൾ ഇതുകൊണ്ട് പിഴച്ചു പോകും. ആ പിഴക്കുന്നവർ തന്നെയാണ് ആര്? ഈ കുഫാറുകൾ. യഹ്ദി ബിഹി കസീറ, ഇതുകൊണ്ട് ധാരാളം പേര് സന്മാർഗത്തിലാവുകയും ചെയ്യും. സന്മാർഗത്തിലാവുന്നവരാ? മോമിനീങ്ങൾ. ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളാണ് എന്നുള്ള നിലയ്ക്ക് അവർ ഈമാൻ രഹസ്യമാവുക. കാരണം എന്താ? അവരുടെ കുഫർ കാരണമായിട്ടാണ് അവർ പിഴച്ചു പോണത്. അവര് കുഫ്രിയത്ത് ആണ് അവരിലുള്ളത്. ആ കുഫ്രിയത്ത് കാരണമായിട്ട് നല്ലത് പറയാൻ അവർക്ക് തോന്നില്ല. അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞതിന്, അള്ളാഹു പറയുന്ന കാര്യങ്ങളെ പിന്നെ എതിർക്കുവാനും എതിർത്ത് സംസാരിക്കുവാനും അവർക്ക് എന്തുകൊണ്ടാണ്? അവരുടെ കുഫ്രിയത്ത് കൊണ്ടാണ് ധൈര്യം വന്നത്. അപ്പോൾ മൊത്തത്തിൽ മുഅ്മിനീങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കുകയും കാഫിരീങ്ങൾക്ക് ദലാലത്ത് കൂടി വരികയും ചെയ്തു. ഈ മസല കൊണ്ട് ഇങ്ങനെ ഉപമ പറഞ്ഞതുകൊണ്ട് ഫാസിഖ്യങ്ങൾ മാത്രമാണ് പിഴച്ചു പോകുന്നത് എന്ന് പറഞ്ഞല്ലോ. ഫാസിഖ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ഖുർആൻ കൊണ്ടും ഈ ഖുർആനിന് മസല് ഉപമ പറഞ്ഞതുകൊണ്ടും പിഴച്ചു പോവില്ല. ഇല്ലൽ ഖാരിജീനാൻ, താഴത്തില്ല, അള്ളാഹുവിൻ്റെ താഴത്തിൽ നിന്ന് പുറത്തുപോയ ആളുകളല്ലാതെ. അവരാണ് ഫാസിഖ്യങ്ങൾ, താഴത്തിൽ നിന്ന് പുറത്തു പോയത്. അൽ ജാഹിദീന ബിആയാത്തി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ, ആയത്തുകളെ നിഷേധിക്കുകയും ചെയ്യുന്നത്, തള്ളിപ്പറയുന്നവർ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഅൂദത്തൻ ഫമാ ഫൗഖഹ ഫഅമ്മല്ലദീന ആമനൂ ഫയഅലമൂന അന്നഹു അൽ-ഹഖ്ഖു മിർ റബ്ബിഹിം വഅമ്മല്ലദീന കഫറൂ ഫയഖൂലൂന മാദാ അറാദല്ലാഹു ബിഹാദാ മസലൻ യുദില്ലു ബിഹി കസീറൻ വയഹ്ദീ ബിഹി കസീറ വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ. അല്പം ദീർഘമായ ഒരു ആയത്താണിത്. ഈ ആയത്തിൻ്റെ വിശദീകരണവും തഫ്സീറും ഒറ്റവാക്കർത്ഥവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 27-ാമത്തെ ആയത്ത്. ഈ ഫാസിഖ്യങ്ങളെ എന്ന് പറഞ്ഞില്ലേ, അവരെ പിഴയ്ക്കാന്ന് പറഞ്ഞ ഫാസിഖ്യങ്ങളെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി അള്ളാഹു അടുത്ത ആയത്തിൽ വിവരിക്കുകയാണ്. ഈ ഫാസിഖ്യങ്ങളെ സംബന്ധിച്ച് അവരുടെ വിശേഷണങ്ങളാണ് അള്ളാഹു തആല പറയുന്നത്. അല്ലദീന, എങ്ങനെയുള്ള ഫാസിഖ്യങ്ങൾ? യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല ويفسدون في الأرض أولئك هم الخاسرون. അല്ലദീന, ഇങ്ങനെയുള്ള ഫാസിഖ്യങ്ങളാണ്, അല്ലെങ്കിൽ അധർമ്മകാരികളാണ്, അല്ലെങ്കിൽ ഈ അള്ളാഹുവിൻ്റെ താഴത്തിൽ നിന്ന് പുറത്തുപോയ ആളുകൾ. അവരുടെ വിശേഷണം എന്താണ്? യൻഖുദൂന, അവർ മുറിച്ചു കളയുന്നു അഹ്ദല്ലാഹി, അള്ളാഹുവിൻ്റെ കൽപ്പനയെ, അള്ളാഹുവിൻ്റെ കരാറിന്. മിൻബഅദി മീസാഖിഹി, അതിനെ ഉറപ്പിച്ചതിന് ശേഷം. കരാറൊക്കെ ഉറച്ച് അത് ആയതിനു ശേഷം അവരുമായിട്ട് കരാറ് ചെയ്ത കാര്യങ്ങളാണ്. വയഖ്തഊന, അവർ മുറിച്ചു കളയുന്നു മാ അമറല്ലാഹു ബിഹി അൻ യൂസല, അള്ളാഹു ചേർക്കുവാൻ പറഞ്ഞ കാര്യങ്ങളെ അവർ ചേർക്കാതെ മുറിച്ചു കളയാണ്. അത് എന്താണെന്ന് അത് ഇനി അടുത്ത തഫ്സീറിൽ വിവരിക്കാം. അപ്പോൾ യുഫ്സിദൂന ഫിൽ അർളി, ഭൂമിയിൽ അവർ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യും. ഉലായിക്ക, ഇങ്ങനെയുള്ള ആളുകൾ, ഈ വിശേഷണമുള്ള ആളുകൾ, ഹുമുൽ ഖാസിറൂൻ, അവർ തന്നെയാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ അല്ലദീന യൻഖുദൂന, അതിൻ്റെ തഫ്സീറിൽ അല്ലദീന യൻഖുദൂന മാ അഹിദഹു ഇലൈഹി, അവരോട് കൽപ്പിച്ച കാര്യങ്ങൾ എന്താണോ അതിനെ അവർ മുറിച്ചു കളയാം. അവരുമായിട്ടുള്ള കരാറ് എന്തായിരുന്നു, ആ കരാറിൻ്റെ ഉള്ളടക്കത്തെ അവർ ഇല്ലായ്മ ചെയ്യുകയാണ്, മുറിച്ചു കളയാണ്. എന്തിലാണ് ഈ കരാർ നടന്നത്? ഫിൽ കുത്തുബി സമാവിയ, മുൻകഴിഞ്ഞ കിതാബുകൾ, മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളിൽ, മുൻകഴിഞ്ഞ
ആകാശത്ത് നിന്ന് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ സമാപിയായ കുത്തുബ് എന്നാ പറയാം. മുൻകഴിഞ്ഞ കിതാബുകൾക്കൊക്കെ ഈ തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, പിന്നെ കുറെ സുഹൃത്തുമുണ്ട്. നമ്മുടെ ഖുർആൻ സമാപിയാണെങ്കിലും ആകാശത്ത് നിന്ന് ഇറങ്ങിയതാണെങ്കിലും ഒരു കിതാബായിട്ട് കണ്ട് ഇറക്കിയല്ല. ഇതിന് ആവശ്യാനുസരണം 23 വർഷക്കാലം കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കിക്കൊടുത്തതാണ് ഖുർആൻ. അപ്പോൾ സമാവിയ ആണെങ്കിലും സമാവിയായ കിതാബ് എന്ന് ഇതിനെ പറ്റി പറയാൻ പറ്റില്ല. കാരണം ഖുർആൻ 73 വർഷം കൊണ്ട് ഇറക്കിയതാണ്. മറ്റ് കിതാബുകളൊക്കെ ആ ഓരോ കിതാബായിട്ട് ഇറക്കി കൊടുത്തു. ഈ ഖുർആൻ പോലെ ഇറക്കിയതല്ല. അപ്പോൾ സമാവിയായ കിതാബുകളിൽ അവരോട് വാഗ്ദത്തം ചെയ്ത അള്ളാഹു അവരുമായിട്ടുള്ള കരാറുകളൊക്കെ ചെയ്ത കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വരുന്നോ അവർ വരുമ്പോൾ മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിക്കണമെന്നും മുഹമ്മദ് നബിയുടെ കിതാബ് ഏതാണോ ഖുർആൻ, ആ ഖുർആൻ കൊണ്ട് വിശ്വസിക്കണമെന്ന് അവരവർക്ക് കരാറുണ്ടായിരുന്നു. ആ കരാറിനെ അവർ ലംഘിക്കുക. അപ്പോൾ അത് ജൂതന്മാരാവും. ആ കരാറിനെ അവർ ലംഘിച്ചത് കാരണമായിട്ട്. അതല്ലെങ്കിൽ എല്ലാ നിലയിലുള്ള കരാറുകൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും മുർസലീങ്ങളെ തസ്ദീഖ് വാസ്തവമാക്കുകയും അതിൻ്റെ ആ കിതാബുകളിലുള്ള ശരീഅത്ത് എന്താണോ ആ ശരീഅത്ത് കൊണ്ട്, ഈ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ഓരോ പ്രവാചകന്മാർക്കും കിതാബുകളായപ്പോൾ ആ കിതാബിൽ അവരെങ്ങനെ ജീവിക്കണം എന്നുള്ള നിയമവ്യവസ്ഥകളാണ് ആ കിതാബിൽ അടങ്ങിയിരിക്കുക. അങ്ങനെയുള്ള അതിനാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്താണ്, ആ ശരീഅത്തിലെ നിയമങ്ങളൊക്കെയാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ തൗറാത്തിൽ പറഞ്ഞിട്ടുള്ള മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ശരീഅത്ത്, ആ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഇതൊക്കെ ഓരോ പ്രവാചകന്മാരെയും അവർക്ക് ഇറക്കിക്കൊടുത്ത പ്രവാചകൻ ആരാണോ ആ പ്രവാചകന്റെ ശരീഅത്ത് എന്താണെന്ന് ആ കിതാബിൽ വിവരിക്കും. അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടവർ പ്രവർത്തിക്കാതിരിക്കുക, മുസ്ലിങ്ങളെ കളവാക്കുക. അങ്ങനെ പ്രവർത്തിക്കണമെന്നും മുസ്ലിങ്ങളെ കളവാക്കാതെ സത്യസന്ധമായിട്ട് അംഗീകരിക്കണമെന്നും അള്ളാഹുവിനെ കൊണ്ട് വിഗ്രഹങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് അതിൽ ഈ കിതാബുകളിലൊക്കെ അടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം അവർ ലംഘിക്കുകയാണ് ചെയ്തത്. പിന്നെ കൂടാതെ അമറല്ലാഹു ബിഹി അൻ യൂസല, അള്ളാഹു ചേർത്ത് പിടിക്കാൻ പറഞ്ഞ കാര്യങ്ങളെ അവർ മുറിച്ചു കളയാം. അവര് മുറിച്ചു കളയെന്ന് പറഞ്ഞാൽ സിലത്തുൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ പാലിക്കണമെന്ന് അവരോട് നിർദ്ദേശം ഉണ്ടായിരുന്നു. ആ നിർദ്ദേശം അവർ അവഗണിച്ചു. പിന്നെ എല്ലാ നിലയിലും അള്ളാഹു തൃപ്തിപ്പെടാത്ത കാര്യങ്ങൾ ഇതിനെല്ലാം അവഗണിച്ചു. പിന്നെ ഭൂമിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയാണ്. ബിൽ മആസി വൽ ഫിത്തൻ, അള്ളാഹുവിനെ ധിക്കരിച്ച് തിന്മകൾ ചെയ്തുകൊണ്ട് അവർ ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിക്കുക. അവർ അവിശ്വാസികളാണല്ലോ. ഈ അവിശ്വാസികളായ നിലയ്ക്ക് അവർക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ അതിർവരമ്പുകളില്ല, ഫിത്തന ഉണ്ടാക്കാനും അതിർവരമ്പുകളില്ല. അപ്പം ഫിത്തനകളും ഉണ്ടാക്കുന്നവർ വൽ ഫിത്തനത്തു അശദ്ദു മിനൽ ഖത്ലി എന്നാണ്. കുഴപ്പങ്ങൾ, ഈ ഫിത്തന ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കൊലപാതകത്തെക്കാൾ ഭീകരമാണ് എന്നാണ് അല്ലാഹു മറ്റൊരു ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. വൽ ഫിത്തനത്തു അശദ്ദു മിനൽ ഖത്ലി. കാരണം എന്താ? ഫിത്തന ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവിടെ ഉടലെടുക്കുക. രാജ്യത്ത് കണ്ടമാനം കുഴപ്പങ്ങൾ വർദ്ധിക്കും ഫിത്തന കാരണമായിട്ട് തന്നെ. അപ്പോൾ തിന്മ പ്രവർത്തിക്കുകയും ഫിത്തന ഉണ്ടാക്കുകയും ചെയ്യുന്ന വൽനമേനിൽ ഈമാനിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിയായ വിശ്വാസം കൈക്കൊള്ളാതെ വിഗ്രഹാരാധനയും മറ്റുമായിട്ട്
വിഗ്രഹാരാധനയും മറ്റുമായിട്ട് കഴിഞ്ഞുകൂടാ. മാത്രമല്ല ഖുർആനെ സംബന്ധിച്ച് തെറ്റായ കാര്യങ്ങളും ചിന്താഗതികളും പ്രചരിപ്പിക്കുക. അതനുസരിച്ച് ഇവർ വലിയ കുറ്റകൃത്യങ്ങളാണ് ചെയ്തു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഉലായിക ഹുമ്മുൽ മദ്കൂറൂനൽ മൗസൂഫൂന ബിദിക്രിൽ ഔസാഫിൽ ഖബീഹ, മോശമായ വിശേഷണങ്ങളാണ് ഇവർക്കുള്ളത്. ആയതുകൊണ്ട് അവര് അൽ ഖാസിറൂൻ, ഇവർ എല്ലാം നഷ്ടപ്പെട്ടവരാണ്. നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇവര് ലലാലിയത്തിന്, ദുർമാർഗത്തെ അവർ കയ്യിലെടുത്തു. ഹുദ വിട്ടുകൊണ്ട് ദുർമാർഗത്തെ കയ്യിലെടുക്കുകയും ഇവർക്ക് ശിക്ഷ, അള്ളാഹു തയ്യാർ ചെയ്ത ശിക്ഷയെ ഏറ്റുവാങ്ങാൻ വേണ്ടി അള്ളാഹുവിനോട് മഗ്ഫിറത്ത് ചോദിക്കേണ്ട, പാപമോചനം ചോദിക്കേണ്ടവർ അതിനെ ഏറ്റെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇവരെല്ലാ നിലയിലും നഷ്ടപ്പെട്ട് നരകാഗ്നിയിൽ, ശാശ്വതമായ നരകാഗ്നിയിലേക്കാണ് പതിക്കാൻ പോകുന്നത്. അതാണ് ഏറ്റവും വലിയ നഷ്ടം. 28-ാമത്തെ ആയത്ത് കൈഫ തക്ഫുറൂന ബില്ലാഹി വ കുൻതും അംവാതൻ വഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ. കൈഫ തക്ഫുറൂന, എങ്ങനെയാണ് അള്ളാഹുവിനെ ഇവർ നിഷേധിക്കുന്നത്? കൈഫ തക്ഫുറൂന, ആശ്ചര്യത്തോടുകൂടി അള്ളാഹു ചോദിക്കുകയാണ്, കൈഫ തക്ഫുറൂന ബില്ലാഹ്, എങ്ങനെയാണ് അള്ളാഹുവിനെ കൊണ്ട് ഇവർ കാഫിറാവുന്ന, അവിശ്വസിക്കുന്നത്? വകുന്തും, നിങ്ങളായി കൈഫ തക്ഫുറൂന, എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് അവിശ്വസിക്കുന്നത്? വകുന്തും, നിങ്ങളായിരുന്നു അംവാതൻ, നിർജീവ വസ്തുക്കളായിരുന്നു. ഫഅഹ്യാകും, അള്ളാഹു നിങ്ങളെ ഹയാത്താക്കി, നിങ്ങൾക്ക് ജീവൻ തന്നു. സുമ്മ യുമീതുക്കും, പിന്നെ നിങ്ങളവൻ മരിപ്പിക്കുന്നു. സുമ്മ യുഹ്യീകും, വീണ്ടും പുനർജന്മം നൽകുന്നു. സുമ്മ ഇലൈഹി തുർജഊൻ, എന്നിട്ട് അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. ഇതാണ് 28-ാമത്തെ ആയത്തിൻ്റെ ഒറ്റ വാക്കർത്ഥങ്ങൾ. ഇവിടെ ഇതിൻ്റെ പറയുകയാണെങ്കിൽ, നിങ്ങൾ എങ്ങനെയാണ് ഖാലിഖായ അള്ളാഹുവിനെ നിഷേധിക്കുന്നത്? കൈഫ തജഹദൂന അൽ ഖാലിഖ്, തഫ്സീറാണ്. കൈഫ തജഹദൂന അൽ ഖാലിഖ്, സൃഷ്ടാവായ അള്ളാഹുവിനെ നിങ്ങൾ നിഷേധിക്കുന്നത് എങ്ങനെയാണ്? ആശ്ചര്യമുണ്ടല്ലോ നിങ്ങളുടെ കാര്യം എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇത് ഇസ്തിഫാമ് കൈഫ തക്ഫുറൂൻ, കൈഫ് എന്നാണ്. കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ. തക്ഫുറൂന ബില്ലാഹ്, അള്ളാഹിനെ കൊണ്ട് നിങ്ങൾ അവിശ്വസിക്കുന്നത് എങ്ങനെ? കുന്തും, നിങ്ങളായിരുന്നു. കുന്തും അംവാതൻ, നിങ്ങൾ നിർജീവ വസ്തുക്കളായിരുന്നു. നിങ്ങളുടെ മുമ്പുള്ള അവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നിർജീവ വസ്തുക്കളാണ്. കാരണം ഇന്ദ്രിയ ബീജം നിങ്ങളുടെ പൂർവികന്മാർ അല്ലെങ്കിൽ ഉപ്പമാർ, അവരുടെ മുതുകിലും മാതാക്കളുടെ ഗർഭാശയത്തിലുമായിട്ടായിരുന്നു നിങ്ങൾ വെറും ബീജങ്ങളായിരുന്നു. ഈ ബീജത്തെ അള്ളാഹു പല ഘട്ടങ്ങളായിട്ട് രൂപപ്പെടുത്തി. പല ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഖലഖനൽ നുത്ഫത അലഖതൻ വഖലഖനൽ അലഖത മുദ്ഗതൻ വഖലഖനൽ മുദ്ഗത ഇളാമൻ വകസൗനൽ ഇളാമ ലഹ്മൻ. പല 4 ഘട്ടങ്ങളാണ്. ഈ ഇന്ദ്രിയ ബീജത്തെ അലഖത്തായിട്ട് രൂപപ്പെടുത്തി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അലഖത്തിനെ മുദ്ഗത്താക്കി. പിന്നെ മുദ്ഗത്തിനെ എല്ലുകൾ കൊടുത്തു. എല്ലുകളെ മാംസം കൊണ്ട് പൊതിഞ്ഞു. ഇതിനൊക്കെ നിശ്ചിത കാലഘട്ടം ആണ് അള്ളാഹു എടുത്തിട്ടുള്ളത്. പിന്നെ അങ്ങനെ 4 മാസം കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റൂഹ് ആ മനുഷ്യരൂപമാക്കി. ആ മനുഷ്യരൂപത്തിൽ അള്ളാഹുവിൻ്റെ റൂഹ് ഇട്ടുകൊടുത്തു. അപ്പോൾ ഒരു മനുഷ്യ കുഞ്ഞായിട്ട് ഗർഭാശയത്തിൽ സ്ഥിതി ചെയ്യാം. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾക്കെല്ലാം അറിയുന്ന പോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിനെ അള്ളാഹു പുറത്തു കൊണ്ടുവരും. അതാ പറഞ്ഞത്, ഇതിന് മുമ്പ് നിങ്ങൾ ആരായിരുന്നു? ഒന്നുമല്ലാത്ത, ഇല്ലായ്മയിൽ നിന്ന് ഉടലെടുത്ത
നിർജീവ വസ്തുക്കളായിരുന്നു. പിന്നെ എന്നിട്ടും ആഖിറജക്കും മിന ദുനിയ, ഒരു നിശ്ചിത കാലാവധി എത്തിയപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ മാതാപിതാക്കളുടെ വയറ്റിൽ നിന്ന് ദുനിയാവിലേക്ക് അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു. സുമ്മയുമീത്തുക്കും, പിന്നെ നിങ്ങൾ ഇവിടെ കുറച്ചു കാലം ജീവിക്കുമ്പോൾ അള്ളാഹു നിശ്ചയിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ മരിപ്പിക്കുകയാണ്. അത് ജനിച്ച ഉടനെ ആവാം, 1 കൊല്ലം കഴിഞ്ഞാവാം, 5 കൊല്ലം കഴിഞ്ഞാവാം, 10 കൊല്ലം കഴിഞ്ഞാവാം. അതല്ല, നിങ്ങൾ കുറച്ചു കാലം ജീവിച്ചു, ഒരു 50, 60, 70 കൊല്ലം ജീവിച്ചു, മരിക്കുകയാണ്. അങ്ങേയറ്റം 100 വയസ്സ് അല്ലെങ്കിൽ 120 വയസ്സാണ് ഇന്നത്തെ റെക്കോർഡ്. അപ്പോൾ ആ 120 വയസ്സ് വരെ ജീവിച്ചു, ഇതിലപ്പുറം പോവില്ല. അങ്ങനെ ജീവിച്ച് മരിക്കുകയാണ് മനുഷ്യൻ ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ഈ ഉത്ഭവവും അവസാനിക്കുന്നത്. അങ്ങനെ മരിപ്പിച്ചാൽ പിന്നെ നിങ്ങളെ വീണ്ടും പുനർജന്മം നൽകുക. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ഖബറിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ലോകം അവസാനിക്കുന്ന ഒരു ദിനമുണ്ട്, ഖിയാമത്ത് നാൾ. ആ ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് ജീവൻ നൽകി അള്ളാഹു നിങ്ങളെ ഹയാത്താക്കും, പുനർജന്മം നൽകും. എന്തിനു വേണ്ടിയാണ് പുനർജന്മം നൽകുന്നത്? നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി വിചാരണ നടത്തുന്ന ഒരു ഘട്ടം വരാനിരിപ്പുണ്ട്. ഈ ബഅസിനെയും ഈ ഹിസാബിനെയും എല്ലാം അംഗീകരിക്കാത്ത ലോകമാണ്, അല്ലെങ്കിൽ ആളുകളാണ് ഇന്ന് കൂടുതൽ ആളുകളും. കൂടുതൽ എന്ന് പറയാൻ പറ്റില്ല. നിരീശ്വരവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്. ഇവർക്കെല്ലാം കൂടുതലും ഇങ്ങനെയുള്ള ആശയങ്ങളോടാണ് മതിപ്പ്. അതിനെല്ലാം ദൈവികമായ കാര്യങ്ങളെല്ലാം അവർ നിഷേധിക്കുക. അവർ നിഷേധിക്കുന്ന കൂട്ടത്തിൽ ഈ അള്ളാഹു പറഞ്ഞ ഈ കാര്യങ്ങൾ കുന്തും മമ്പാത്തം പാഹിയാക്കും സുമ്മയുമീത്തുക്കും സുമ്മയൊഴിയേക്കും എന്ന് പറഞ്ഞ ആ ഘട്ടങ്ങളായിട്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മരിക്കുന്നതും ജീവിക്കുന്നതും പുനർജന്മം നൽകുന്നതും, അത് ജനിച്ചു മരിക്കുന്നു, മരിച്ച് എല്ലാവരും ഖബറിൽ അടക്കം ചെയ്യുന്നു. ഇത് നിഷേധിക്കാൻ ആർക്കും പറ്റില്ല, കാരണം അത് കൺമുന്നിൽ കാണുന്നതാണ്. പിന്നെ നിഷേധിക്കാൻ പറ്റുന്ന കാര്യം അവിടെ പുനർജന്മം നൽകുന്നത് മാത്രം. അതിനെ നിഷേധിക്കുന്ന ആളുകൾ വിരളമല്ല, ധാരാളമുണ്ട്. അങ്ങനെ അപ്പോൾ ഇതെല്ലാം അള്ളാഹു ഇവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെ ഇങ്ങനെ എല്ലാം ചെയ്തിട്ടും അള്ളാഹുവിനെ നിങ്ങൾ ധിക്കരിച്ചുകൊണ്ട് വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്നുള്ള കാര്യം അവരെ ഒന്ന് തട്ടി ഉണർത്തിക്കൊണ്ട് അള്ളാഹു ചോദിക്കുകയാണ്. കൈഫ തഖ്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതൻ ഫഅഹ്യാക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീക്കും. അങ്ങനെ ഹയാത്താക്കി പുനർജന്മം നൽകിയിട്ട് സുമ്മ ഇലൈഹി തുർജഊൻ, പിന്നെ അള്ളാഹുവിലേക്കാണ് നിങ്ങളെ മടക്കപ്പെടുന്നത്. ആ മടക്കപ്പെടുന്നിടത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് നിങ്ങൾ എന്തെല്ലാം ചെയ്തു അതെല്ലാ റെക്കോർഡുകൾ പരിശോധിച്ചുകൊണ്ട് അള്ളാഹു അതിനുള്ള പ്രതിഫലം തരുമ്പോൾ നിങ്ങൾ സ്വർഗാവകാശികളാവാം, നരകാവകാശികളാവാം. ഇത് രണ്ടും, അതാണ് പ്രതിഫലം കിട്ടുന്ന ദിവസം എന്ന് പറയുന്നത്. പിന്നെ 29-ാമത്തെ ആയത്തിൽ ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅൻ സുമ്മ ഇസ്തവാ ഇലസ് സമാഇ ഫസവ്വാഹുന്ന സബ്അ സമാവാതിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. ഹുവല്ലദീ, ഹുവ അല്ലാഹു, അല്ലദീ ഒരുത്തനാണ്, ഖലഖലകും നിങ്ങൾക്ക് അവൻ സൃഷ്ടിച്ചു, മാ ഫിൽ അർളി ഭൂമിയിലുള്ള സർവ്വ വസ്തുക്കളെയും, ജമീഅൻ എല്ലാ വസ്തുക്കളെയും. അപ്പം ഭൂമിയും ഭൂമിയിലുള്ള വസ്തുക്കളെയും ഈ സൃഷ്ടികൾക്ക്, മനുഷ്യന്മാർക്ക്, മനുഷ്യവർഗത്തിന് ഗുണകരമായിട്ടാണ് സൃഷ്ടിച്ചത്. കാരണം ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും മനുഷ്യന് ഉപകാരപ്രദമായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. അതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കുമ്പോൾ അത് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ അപ്പോൾ മനസ്സിലാക്കാൻ കഴിയും.
അപ്പോൾ ഭൂമിയും ഭൂമുഖത്തുള്ള സർവ്വ വസ്തുക്കളെയും അള്ളാഹു മനുഷ്യന് ഗുണകരമായിട്ട് ഉപകാരപ്രദമായിട്ടാണ് സൃഷ്ടിച്ചത്. ഇത് സൃഷ്ടിച്ചതിന് ശേഷം സുമ്മസ്തവ പിന്നെ അള്ളാഹു തആല അവന്റെ ഉദ്ദേശത്തെ തിരിച്ചുവിട്ടു ഇലസ്സമായ ആകാശത്തിലേക്ക്, ആകാശത്തെ സൃഷ്ടിക്കുവാൻ. അപ്പൊ സവ്വാഹുന്ന, അപ്പോൾ ആകാശങ്ങളെ അവൻ സൃഷ്ടിച്ചു. സുബ്ഹാൻ സമാവാത്തിൻ, 7 ആകാശങ്ങളായിട്ട് അവൻ ക്രമീകരിച്ചു. വഹുവ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബികുല്ലി ഷൈഇൻ അലീം, എല്ലാ വസ്തുക്കളെ സംബന്ധിച്ചും ജ്ഞാനിയാണ്, അറിവുള്ളവനാണ്. ഖലഖലക്കുമുൽ അർള, അതിന്റെ തഫ്സീർ, ഖലഖലക്കുമുൽ അർള വമാ ഫീഹ, ഭൂമിയും അതിലുള്ള സർവ്വ വസ്തുക്കളെയും മനുഷ്യന് ഗുണകരമായിട്ട് സൃഷ്ടിച്ചു. ലിയന്തഫിഉ ബികുല്ലി മാ ഫീഹ, ഭൂമിയിലുള്ള സർവ്വ വസ്തുക്കളെ കൊണ്ടും ഗുണം ഫലപ്രദമാക്കി ഉപയോഗിക്കപ്പെടുവാൻ വേണ്ടി. നിങ്ങൾ പരിഗണിക്കാൻ വേണ്ടിയും അള്ളാഹു സൃഷ്ടിച്ചു എന്തെന്ന്. അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവാണ് ഭക്ഷണം തരുന്നവൻ എന്നെല്ലാം നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പരിഗണന നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടി. പിന്നെ അള്ളാഹു ആകാശത്തെ സൃഷ്ടിക്കുവാൻ ഉദ്ദേശിച്ചു. അങ്ങനെ അവൻ സൃഷ്ടിച്ചു 7 ആകാശങ്ങൾ. അന്ന് ഏത് കാലത്താണ് അള്ളാഹു സൃഷ്ടിച്ചതെങ്കിൽ അന്ന് സൃഷ്ടിച്ച ആ സൃഷ്ടിക്ക് വളരെ ഉറച്ച നിലക്കുള്ള സൃഷ്ടിയാണ് നടന്നിട്ടുള്ളത്. ആകാശങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മുൽക്ക് സൂറത്തിൽ, ഇർജിഅൽ ബസറ കർറത്തൈനി യൻഖലിബിലൈക്കൽ ബസറു ഖാസിഅൻ വഹുവ ഹസീർ. അവിടെ ഹൽ തറാ മിൻ ഫുത്തൂർ, ഈ ആകാശത്തിന് വല്ല പൊട്ടോ പൊളിവോ എന്തെങ്കിലും ന്യൂനതകളോ കാണുന്നുണ്ടോ എന്ന് മനുഷ്യനോട് പറയാം. അതിനെ സംബന്ധിച്ച് ചിന്തിക്കണം. ഒരു പൊട്ടും പൊളിവുമില്ല, ഒരു മെയിൻ്റനൻസും നടത്തേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടി നിലകൊള്ളുന്നത്. അപ്പം ഇങ്ങനെ 29 ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ എടുത്തത്. അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ലഭ്യമാക്കാത്തവർക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യം ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.